ഹായ് ഡിയർ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവൽ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ദീപാവലിക്കും വിഷുവിനും ഒക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഒരു ചൂട് കട്ടിയുള്ള പാൻ എടുക്കുക. ഇതിലോട്ട് 250 ഗ്രാം അവലിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ചുവന്ന അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. തീ ഇപ്പോൾ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി അവൽ 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവരുത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകി എടുത്തപ്പോൾ വലിയ പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റാണ്. തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ വറുത്തെടുക്കണം. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അവൽ ചൂട് മാറിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുക്കുക. ഇതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 100 ഗ്രാം വരും. നന്നായിട്ട് പൊടിച്ചെടുക്കുക. നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് മധുരം നോക്കുക. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം മധുരം കാണും. ഇനി ഒരു പാനിലോട്ട് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായിട്ട് വരണം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി പൊങ്ങി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ നമുക്ക് അവൽ പൊടിച്ചു വെച്ചിരിക്കുന്നതിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തവി കൊണ്ട് മിക്സ് ചെയ്യുക. ഇപ്പം നല്ല ചൂടാണ്. ഇപ്പം കൈ കൊണ്ട് മിക്സ് ചെയ്താൽ കൈ പൊള്ളും. ചെറുതായിട്ടൊന്ന് ചൂട് മാറി വരണം. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോഴേക്ക് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. അധികം തണുത്തു പോകാനും പാടില്ല, എന്നാൽ നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. 10 മിനിറ്റ് പോലും വേണ്ട. ട്രൈ ചെയ്ത് നോക്കുക. അധികം ചേരുവകളും വേണ്ട. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.